കശ്മീരിലും ലക്നൌവിലും അടക്കം ആയത്തുള്ള അലി ഖമീനിയുടെ മരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഷിയ വിശ്വാസികൾ തെരുവിലിറങ്ങുന്നുണ്ട്, പ്രതിഷേധിക്കുന്നുണ്ട്. അവർ ഇറാനിൽ സിൻജാൻ പ്രവിശ്യയിലടക്കം ലക്ഷക്കണക്കിനാണ്. ഒരുപക്ഷെ ആയത്തുള്ള അലി ഖമീനിയുടെ ഭരണത്തിനെതിരെ വലിയ പ്രതിഷേധം അവിടെ നിലനിന്നിരുന്നു. ആ പ്രതിഷേധ സാഹചര്യങ്ങൾ കണക്കെടുത്ത് നോക്കിയാൽ അത്ഭുതകരമാവണ്ണം ആയത്തുള്ള അലി ഖമീനിയുടെ മരണത്തിൽ വിലപിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന ആളുകളുടെ എണ്ണം അത്രത്തോളം അധികമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ വിവിധ ട്രെയിനുകൾ കേന്ദ്രീകരിച്ചും തെരുവുകളിലും ഒക്കെ പ്രതിഷേധിക്കുകയാണ്. അവർ ആവശ്യപ്പെടുന്നത്, ഇറാൻ റവല്യൂഷണറി ഗാർഡിനോട് ആവശ്യപ്പെടുന്നത് അമേരിക്കയും ഇസ്രായേലും എതിരായ റിവഞ്ച് എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. ഇപ്പോഴും പല സ്ഥലങ്ങളിൽ ദുബായിൽ, ബഹ്റൈനിൽ, ഖത്തറിലൊക്കെ പ്രേക്ഷകർ ഈ കാണുന്ന ദൃശ്യങ്ങൾ അത് ഇറാനിലെ ദൃശ്യങ്ങളാണ്. ഇറാനിലെ നേരത്തെ നമ്മൾ പറഞ്ഞ ഇമാം റസ ഷൈന് ചുറ്റും ചേർന്നുകൊണ്ടാണ് അവിടെ ഈ പ്രതിഷേധ പ്രകടനങ്ങൾ, വിലാപങ്ങൾ, പ്രതിഷേധ പ്രകടനങ്ങൾ എന്ന് പറയാൻ കഴിയില്ല, വിലാപങ്ങളാണ് കൂടുതൽ. വിലാപത്തിൽ കണ്ണീരണിഞ്ഞുകൊണ്ടാണ് അവർ ഇതിനോട് ആ കൊലപാതകത്തോട് പ്രതികരിക്കണം, ആ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യണം, റിവഞ്ച് എടുക്കണം എന്ന ആവശ്യം അവർ ഉന്നയിക്കുന്നത്. ബഹ്റൈനിൽ നിരന്തരം സൈറൺ മുഴങ്ങുന്നു. അബുദാബിയിൽ, ദോഹയിൽ വീണ്ടും സ്ഫോടന ശബ്ദങ്ങൾ, വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ എയർബേസുകൾ കേന്ദ്രീകരിച്ചോ ജനവാസ മേഖലയിലേക്ക് എത്തുന്നില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതെങ്കിലും തരത്തിൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ, നേരത്തെ ദുബായിൽ ഒരു സുഹൃത്ത് അവിടെ വീണു എന്ന് പറഞ്ഞത് അത് എയർബേസ് അല്ല, ഇന്റർസെപ്റ്റ് ചെയ്ത മിസൈലിന്റെ ഭാഗങ്ങൾ താഴേക്ക് വീഴുമ്പോൾ സ്വാഭാവികമായും അത് ഏതെങ്കിലും മേഖലയിൽ വീഴുമോ എന്നറിയില്ല. അപ്പോഴും ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല. അതത് രാഷ്ട്രങ്ങളിൽ നിന്ന് അഡ്വൈസറുകൾ കൃത്യമായി അവർ നൽകുന്നുണ്ട്. അത് കൃത്യമായി പാലിച്ചുകൊണ്ട് വീട്ടിനകത്ത് തന്നെ ഇരിക്കാൻ പരമാവധി ശ്രമിക്കുക എന്നത് മാത്രമാണ് അഭ്യർത്ഥന. പി ജെയിംസ് തുടർന്നു. ജെയിംസ്, ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമാവുകയാണ്. ഇറാൻ അവരുടെ ആയത്തുള്ള അലി ഖമനയുടെ നഷ്ടത്തിൽ അവർക്ക് ചെയ്യാൻ കഴിയാവുന്നതിന്റെ പരമാവധി പ്രത്യാക്രമണം അവർ ചെയ്യും. അതിലുപരി ഈ ഗൾഫ് മേഖലയിലെ എയർബേസുകളിലേക്ക് ആക്രമിക്കുന്ന ആളുകൾ നമ്മുടെ കൂടുതൽ ഇതാ പ്രേക്ഷകർ കാണുന്ന ടെല്ലവീവിലെ ദൃശ്യങ്ങളാണ്. ടെല്ലവീവ് അത് ഇസ്രായേലിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇത് അതിശക്തമായ ഒരു മിസൈൽ ആക്രമണത്തിന് തുടർച്ചയിൽ റോയിട്ടേഴ്സ് അടക്കം പുറത്തുവിടുന്ന ദൃശ്യങ്ങളാണ്. ടെല്ലവീവിൽ നിന്നൊക്കെ വരുന്ന ദൃശ്യങ്ങൾ, അവിടുത്തെ ആക്രമണത്തിന് ദൃശ്യങ്ങൾ വരുന്നത് കുറവാണ്. ബങ്കറുകളിലാണ് ഒട്ടുമിക്ക എല്ലാ ജനതയും. ടെല്ലവീവിന്റെ പ്രധാന മേഖലകളിൽ ഇറാന്റെ മിസൈലുകൾ പതിക്കുന്നുണ്ട്, വലിയ നാശം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ജെയിംസ് സാർ, ഇവിടെ ഗൾഫ് മേഖലയിലെ എങ്കിലും സമാധാനം എപ്പോൾ പുലരും എന്ന് പ്രതീക്ഷിക്കണം ജെയിംസ് സാർ? ഹാഷ്മി, ഇപ്പോൾ ഇറാൻ ഈ മണിക്കൂറുകളിൽ അതിശക്തമായി തിരിച്ചടിക്കുമെന്ന പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അതിൽ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാന്റെ പ്രസ്താവന തന്നെ, വി വിൽ ഇറാഡിക്കേറ്റ് അമേരിക്കൻ സിയോണിസ്റ്റ് ഓപ്പറേഷൻ ആൻഡ് ക്രൈം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, this great crime will never remain unanswered and will turn a new page in the history of Islamic world and Shiism. The pure blood of this high-ranking leader will flow like a roaring spring and will eradicate American Zionist oppression and crime. അപ്പോൾ റോറിംഗ് സ്പ്രിംഗ് എന്നാണ്, പതുക്കെ മന്ദമായി ഒഴുകുന്ന അരുവിക്ക് പകരം ഗർജിക്കുന്ന ഒരു അരുവിയായി ഇറാന്റെ നേതാവിന്റെ, പരമോന്നത നേതാവിന്റെ രക്തം, ശുദ്ധരക്തം സിയോണിസ്റ്റുകൾക്കെതിരെ, ഇസ്രായേലിനെതിരെ, അമേരിക്കയ്ക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ്, അതിന് പിറകെയാണ് ഇപ്പോൾ ആക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുള്ളത്. ഇസ്രായേലിലെ തലസ്ഥാനമായ ടെല്ലവീവിലെ ഒരുപാട് മിസൈലുകളും ഡ്രോണുകളുമാണ് അയച്ചിട്ടുള്ളത്. അവിടെ അറ്റാക്ക് നടക്കുന്നു. തീരദേശ നഗരമായ ഹൈഫയിൽ ആക്രമണം നടക്കുന്നു. ഇസ്രായേൽ അതുപോലെ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വലിയ രീതിയിൽ ഇത് ശക്തമായിരിക്കുന്നു. ഒരുപക്ഷെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് ഇന്നലെ രാത്രിയിലെ ആക്രമണം കൊണ്ട് മറ്റ് രാജ്യങ്ങളിലേക്കൊന്നും ഇനി ആക്രമണം ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ ഇവർ പ്രഖ്യാപിച്ചത് ഇസ്രായേലും അമേരിക്കയും മാത്രമല്ല, മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ US ബേസുകൾ ഞങ്ങൾ ആക്രമിക്കും. അതുകൊണ്ട് മലയാളികളും ഇന്ത്യക്കാരും, മലയാളികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, US ബേസ് ഉള്ള പ്രദേശങ്ങളിലുള്ളവർ അവിടെ നിന്ന് മാറിപ്പോവുക എന്നാണ്. നമുക്കൊരു ജാഗ്രത, പേടിക്കേണ്ടതില്ല, പക്ഷേ ജാഗ്രത ഉണ്ടാവണം എന്ന് പറയുന്നത്. ഇസ്രായേലിൽ വലിയ സ്ഫോടനത്തിൻ്റെ ശബ്ദങ്ങൾ കേൾക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ദുബായ്ക്ക് നേരെ, ദുബായ് അതുപോലെ അബുദാബി, UAE-യിൽ 137 മിസൈലുകളും അതുപോലെ 210 ഡ്രോണുകളും അയച്ചു എന്നാണ് റിപ്പോർട്ട്. എന്ന് വെച്ചാൽ പലതവണ അവർ പറയുന്ന 6ാമത്തെ വേവ് ഓഫ് അറ്റാക്ക് എന്നാണ് ഇസ്രായേലിൽ നടത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. 6ാമത്തെ തവണയാണ് ഇസ്രായേൽ നഗരങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണം നടക്കുന്നത്. അതിൽ ഒരുപാട് മിസൈലുകൾ, അയൺ ഡോമുകൾ തകർത്തിട്ടിട്ടുണ്ട്. അമേരിക്കയുടെ പാട്രിയോട്ട് മിസൈൽ സംവിധാനം എല്ലായിടത്തും സജ്ജമാണ്. അതുകൊണ്ടാണ് ഇത്രയും മിസൈലുകൾ അയച്ചിട്ടും ഒരുപക്ഷെ മറ്റ് കെടുതികൾ കുറഞ്ഞു പോകുന്നതിൻ്റെ ഒരു കാരണം അതാണ്. ദുബായിയെ സംബന്ധിച്ചിടത്തോളം, അബുദാബിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമേരിക്കയുടെ മിസൈൽ വേദക സംവിധാനങ്ങളുണ്ട്. അത് വെച്ച് ഭൂരിപക്ഷം
മിസൈലുകളും ഡ്രോണുകളും അവർ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് വലിയ രീതിയിൽ പേടിക്കേണ്ട കാര്യമില്ല. എന്നാൽ പേടിക്കേണ്ട, ജാഗ്രത വേണമെന്നാണ് മനസ്സിലാവുന്നത്. സൗദിയിലേക്ക് ഫ്രഷായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ടില്ല. പക്ഷേ ബഹ്റിനിലേക്ക് ആക്രമണം നടക്കുന്നുണ്ട്. എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം, ബഹ്റിൻ ചെറിയ രാജ്യമാണ്, ഒരു തരത്തിലും ഇറാനുമായിട്ടൊരു ഏറ്റുമുട്ടലിന് പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം ബഹ്റിനിലാണ്. അവരുടെ കമ്പൈൻഡ് മെറൈൻ ഫോഴ്സസ് 47 രാജ്യങ്ങൾ കൂടിയുള്ള കമ്പൈൻഡ് മെറൈൻ ഫോഴ്സസിന്റെ ആസ്ഥാനം ബഹ്റിനിലാണ്. അതുകൊണ്ടാണ് ഈ 5ാം കപ്പൽപ്പടയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബഹ്റിനിൽ ഇപ്പോൾ ആക്രമണം നടക്കുന്നതായി റിപ്പോർട്ട് വരുന്നത്. അവിടെ സൈറൻ മുഴങ്ങുന്നുണ്ട്. പക്ഷേ അതിന് രാത്രി നടന്നതിന് ശേഷം ഏത് തരത്തിലുള്ള ആക്രമണമാണ് അവിടെ നടക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ വരാനുണ്ട്. സിറിയയിൽ അവിടുത്തെ അമേരിക്കൻ ബേസിന് നേരെ ആക്രമണം നടന്നു. ഒരു കെട്ടിടത്തിന്മേൽ വന്ന് പതിച്ച മിസൈൽ കാരണം 4 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 6 രാജ്യങ്ങളിലാണ് ആക്രമണം നടന്നിട്ടുള്ളത്. കുവൈറ്റിൽ ഇന്നലെ രാത്രിയാണ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്ത് അമേരിക്കയുടെ ബേസ്, കുവൈറ്റിലെ ബേസിനടുത്ത് അടി നടന്നിട്ടുള്ളത്. അവിടെ ആക്രമണം ഇറാൻ നടത്തിയിട്ടുള്ളത്. അവിടെയും ചിലർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. UAE ആണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ഹാഷ്മി, അതിൽ തോന്നുന്ന ഒരു കാര്യം, തോന്നുന്നല്ല, അത് യാഥാർത്ഥ്യമായിരിക്കും. ഇസ്രായേലുമായി അബ്രഹാം കരാറിൽ ഒപ്പിട്ടിട്ടുള്ള രാജ്യമാണ് UAE. അപ്പോൾ UAE സംബന്ധിച്ചിടത്തോളം UAEയോട് ഒരു ശത്രുത, ഇസ്രായേൽ കയറി ആക്രമിക്കുമ്പോൾ അവരുമായിട്ട് ബന്ധം സ്ഥാപിച്ച ഒരു രാജ്യമെന്ന രീതിയിലാണ് UAE കാണുന്നത്. അതേസമയം സൗദി അറേബ്യ അബ്രാഹാം അക്കോർഡിൽ ഒപ്പിട്ടിട്ടില്ല. ഒപ്പിടാൻ ഏതാണ്ട് കാത്തു നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഹമാസ് കയറി ഇസ്രായേൽ ആക്രമിക്കുകയും യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും അതുമൂലം സൗദി അറേബ്യ ഈ ഇസ്രായേലുമായിട്ട് അബ്രാഹാം കരാറിൽ ഒപ്പിടുന്നതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. അതുകൊണ്ട് സൗദി അറേബ്യ ആ തരത്തിൽ ആക്രമിക്കുന്നില്ല, പേടിപ്പിക്കുന്ന തരത്തിലേക്ക് മാത്രമാണ് ഇറാൻ നിൽക്കുന്നത്. എന്തായാലും ഇറാൻ ഇനി ആക്രമിച്ചാൽ പ്രതിരോധ തന്ത്രങ്ങൾ എടുക്കുകയും തിരിച്ചാക്രമിക്കേണ്ടി വരുമെന്നുള്ള തരത്തിൽ GCCയിൽ നിന്നുള്ള മുന്നറിയിപ്പുകൾ വരുന്നുണ്ട്. പക്ഷേ ഇറാന്റെ കേന്ദ്രീകരണം മുഴുവൻ ഇപ്പോൾ ഇസ്രായേലിലാണ്. US-ന്റെ യുദ്ധ വിമാനങ്ങൾക്ക് നേരെ, വിമാനവാഹിനി യുദ്ധ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുമെന്ന് ഈ കൊല്ലപ്പെട്ട ആയത്തുള്ള ഏറ്റവും ഒടുവിൽ IRGC ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്, ഇറാൻ വിപ്ലവ സേന അനൗൺസ് ചെയ്യുന്നത് അറ്റാക്സ് ഓൺ 27 US ബേസ് ഇൻ മിഡിൽ ഈസ്റ്റിലുള്ള അല്ലെങ്കിൽ മധ്യേഷ്യയിലുള്ള 27 അമേരിക്കൻ ബേസുകൾ കൂടി അറ്റാക്ക് ചെയ്യും എന്നാണ് ഇപ്പോൾ ഇറാന്റെ IRGS പറഞ്ഞു. പറഞ്ഞാൽ ഗൾഫ് മേഖലയിൽ കൂടുതൽ അമേരിക്കൻ എയർബേസുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടേക്കൊക്കെ അറ്റാക്ക് നീട്ടും എന്ന് പറയുകയാണ്. അതിനിടയിൽ ഇസ്രായേലിലെ ജനറൽ സ്റ്റാഫ് ബിൽഡിങ്ങിന് പുറത്ത് ഇറാന്റെ റീറ്റാലിയേറ്ററി അറ്റാക്കിൽ വലിയ നാശനഷ്ടം ഉണ്ടായി എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേലും അതിശക്തമായ ഇറാന്റെ വ്യോമാക്രമണം തുടരുന്ന സമയമാണ്. വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേലും ഉണ്ടാവുന്നുണ്ട്. അതേസമയം തന്നെ 200-ലധികം ഫൈറ്റർ ജെറ്റുകൾ, ഏകദേശം 500-ഓളം, ഇസ്രായേൽ പറയുന്ന അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യോമാക്രമണം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 200 ഫൈറ്റർ ജെറ്റുകൾ 500 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് നിരന്തരമായ ഇന്നലെ രാത്രി തുടങ്ങിയ മണിക്കൂറുകളിൽ നീണ്ട ആക്രമണം ഇപ്പോഴും അതേ തോതിൽ തന്നെ തുടരുന്നു. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ പ്രത്യാക്രമണം ഇസ്രായേലിലേക്കും ഉണ്ടാകുന്നു. ഇസ്രായേലും അതിശക്തമായ നാശനഷ്ടങ്ങൾ, ആൾനാശങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇറാനിലെയും ഇസ്രായേലിലെയും പൗരന്മാരെ തിരിച്ചെത്തിക്കാനുള്ള ഒരുക്കങ്ങൾ ചർച്ച ചെയ്തു വരുന്നതായി വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ പറയുന്നു. പശ്ചിമേഷ്യയിലും മധ്യപൂർവേഷ്യയിലും സാഹചര്യം വഷളായതോടെയാണ് നീക്കം. ഗൾഫ് രാജ്യങ്ങളുമായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ സംസാരിച്ചു. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ ആശങ്ക അറിയിക്കുകയും ചെയ്തു. ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടെ ചർച്ചയായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.